ഫാർമസി കൗൺസിൽ രജിസ്ട്രേഷൻ എങ്ങനെ പുതുക്കണമെന്നുള്ളതാണ്. ആദ്യമായി നിങ്ങൾ കേരള SPC, കേരള സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ എന്നുള്ളതിന്റെ spc.in, കേരള spc.in എന്ന സൈറ്റിൽ കയറുക. അതിൽ കയറി നിങ്ങളുടെ യൂസർ നെയിം, അതായത് നിങ്ങളുടെ ഫാർമസി രജിസ്ട്രേഷൻ നമ്പർ ആഡ് ചെയ്യുക. ഞാനിപ്പോൾ എൻ്റെ നമ്പറാണ് ആഡ് ചെയ്യുന്നത്. പാസ്വേഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു സൈറ്റിലേക്ക്, നമ്മുടെ ഡീറ്റെയിൽസ് ഉള്ള സൈറ്റിലേക്ക് കയറും. അതിൻ്റെ ഏറ്റവും മുകളിലായി റിന്യൂവൽ ഓഫ് രജിസ്ട്രേഷൻ എന്ന് കാണുന്നുണ്ടോ? ആ റിന്യൂവൽ ഓഫ് രജിസ്ട്രേഷൻ മുകൾവശത്ത് കാണാം. ആ റിന്യൂവൽ രജിസ്ട്രേഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു പേജ് വരും. അതിനകത്ത് നമ്മൾ ലാസ്റ്റ് റിന്യൂ ചെയ്ത ഡേറ്റും ഒക്കെ കാണും. അതിനകത്തുള്ള ഡേറ്റാസ്, അതായത് ഇപ്പം എൻ്റെ അഡ്രസ്സും ബാക്കി കാര്യങ്ങളുമാണ് കാണുന്നത്. ഏതെങ്കിലും തിരുത്താനുണ്ടെങ്കിൽ അത് തിരുത്തുക. ഇപ്പം ഞാൻ എൻ്റെ പ്രൊഫഷൻ തിരുത്തുക, പ്രൊഫഷനല്ല, ഞാനിപ്പോൾ എബ്രോഡാണോ എന്നുള്ളതാണ്. ഞാൻ ആദേശത്തിലാണ് ക്ലിക്ക് ചെയ്തത്. അത് തിരുത്തുക. തിരുത്തിയതിന് ശേഷം ഇപ്പം അഡ്രസ്സ് തിരുത്തണമെങ്കിൽ ഇവിടെ, അല്ലെങ്കിൽ ഫോൺ നമ്പർ തിരുത്തണമെങ്കിൽ ഇങ്ങനെ, എന്ത് വേണോ അതിനകത്ത് തിരുത്താനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ അതും തിരുത്തിയതിന് ശേഷം നേരെ താഴെ ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റാർട്ട കോളം കാണും. അതിനകത്ത് റിക്വസ്റ്റ് അടിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇത് സേവ് ആവത്തില്ല. അപ്പോൾ ആ റിക്വസ്റ്റിൽ നമ്മൾ എന്തിനാണോ കയറിയത് എന്നുള്ളത്, അതായത് ഞാനിപ്പോൾ അതിനകത്ത് ടൈപ്പ് ചെയ്യുന്നത് പ്ലീസ് റിന്യൂ മൈ രജിസ്ട്രേഷൻ എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം റിന്യൂ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ വരും. അതിൽ ഓക്കെ കൊടുക്കുക. അപ്പോൾ നമ്മൾ സൈറ്റിന് പുറത്ത് വരും. പിന്നെ നമ്മളിത് കൺഫേം ചെയ്യണം, നമ്മളിത് പുതുക്കിയിട്ടുണ്ടോ എന്നുള്ളത്. അതിന് ഏറ്റവും മുകൾ വശത്തായി അവിടെ ആദ്യത്തെ കാണുന്നുണ്ടോ റിന്യൂവൽ ഓഫ് രജിസ്ട്രേഷൻ, ആ റിന്യൂവൽ ഓഫ് രജിസ്ട്രേഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഏറ്റവും മുകളിലായി ആദ്യം കാണുന്ന. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു കോളം വരും. അതിനകത്ത് നമ്മുടെ രജിസ്ട്രേഷൻ ഇന്നാണ് ഇപ്പം ഞാൻ രജിസ്റ്റർ ചെയ്തത്, അതുകൊണ്ട് പുതുക്കിയത്. അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഡേറ്റും ഇനി അടുത്ത എന്നാണ് റിന്യൂ ചെയ്യേണ്ടതെന്നുള്ള ഡേറ്റും വരും.